എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു IAS ഓഫീസർ തൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിൽ നിരവധി അനവധി അംഗീകാരങ്ങൾ നേടിയ ഒരു ഓഫീസർ ഇന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുവാൻ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള IAS ആസ്പിരൻസുമായി സംവദിക്കുവാൻ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പരിപാടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. നിങ്ങൾ പരമാവധി ആളുകൾ നിങ്ങളുടെ ക്യാം ഓണാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമുക്ക് ഏതാണ്ട് 100-ൽ പരം ആളുകളാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മളേറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ശ്രീ വിഷ്ണു വേണുഗോപാൽ IAS നിങ്ങളുമായിട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംവദിക്കുവാൻ എത്തുകയാണ്. നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കാരണം നിരവധി അനവധി IAS ഓഫീസേഴ്സ് കേരളത്തിൽ നിന്നുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി താൻ പ്രവർത്തിക്കുന്ന മേഖലകളെ കൃത്യമായും സ്വാധീനിക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ഒരു വില്ലേജ് അദ്ദേഹത്തിന്റെ പേര് തന്നെ നൽകി. അത് നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം അദ്ദേഹം തിരുനെൽവേലി ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ വളരെ മികവുറ്റ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സുശക്തമായ നേതൃത്വം തിരുനെൽവേലിക്ക് കരുത്തായി മാറുന്നുണ്ട്. ചിക്കാഗോയിൽ റിസ്ക് അനലിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വരികയും നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായി ഇന്ത്യൻ സിവിൽ സർവീസിൽ തൻ്റെതായ സ്വാധീനം ചെലുത്തുകയും ഒക്കെ ചെയ്ത, ഐസ്നോവർ ഫെലോഷിപ്പും ഒക്കെ നേടിയ പ്രിയപ്പെട്ട ശ്രീ വിഷ്ണു വേണുഗോപാൽ IAS നമ്മുടെ അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ഈ വർഷത്തെ അക്കാഡമിക് ഇയറിന്റെ ഉദ്ഘാടനത്തിനും ഒപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോടുള്ള ഇന്ററാക്ഷനും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. മ്യൂട്ടാണ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കുന്നുണ്ടോ ജോബിൻ? ഓഡിയോ. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ നന്ദി പറയട്ടെ. കാരണം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നമ്മൾ കോവിഡ് ആക്ടിവിറ്റീസുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബ്രേക്ക് ഞാൻ സത്യം പറഞ്ഞ ഒരു 1.5 മാസത്തിന് ശേഷം ഇപ്പോഴാണൊന്ന് ഇന്ന് ഒരു എന്താ പറയാ അതാ ഞാൻ ജോബിൻ പറഞ്ഞ ഉടനെ ഞാൻ ടൈം പറഞ്ഞു, ശരി ഉച്ചയായാലും പ്രശ്നമില്ല, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് എനിക്കൊരു പേഴ്സണൽ നല്ലൊരു ബ്രേക്ക് ആയിട്ട് തോന്നി നിങ്ങളെല്ലാം കാണാനും സംസാരിക്കാനും കഴിയുന്നതിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ കൺഗ്രാറ്റുലേറ്റ് ജോബിൻ ആൻഡ് അബ്സല്യൂട്ട് IAS അക്കാഡമി. ഇവിടെ ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാനൊരു ഇത് പറയാണ്, ജോബിനെ എനിക്ക് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 10 വർഷമായിട്ട് അറിയാം, ഓൾമോസ്റ്റ് എ ഡെക്കേഡ് എന്ന് പറയാം. യു ആർ ഓൾ ഇൻ സേഫ് ഹാൻഡ്സ്. നിങ്ങൾക്ക് സിവിൽ സർവീസിൽ എത്തിച്ചേരാൻ ഒരു നല്ല ഗൈഡ് ആൻഡ് മെന്റർ, അത് മാത്രമല്ല ഒരു ലൈഫ് ലോങ് മെന്റർ എന്ന നിലയിലും ഡെഫിനറ്റ്ലി ഈ ജോബിൻ ഒരു നല്ലൊരു ഏബിൾ പേഴ്സൺ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൈ കൺഗ്രാറ്റുലേഷൻസ്, മൈ ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. നിങ്ങളെല്ലാം സിവിൽ സർവീസിൽ എത്താതിരിക്കുമോ അതൊരു വശം, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാം നല്ല ഒരു ലേണിംഗ് കർവിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതാണ് ഞാൻ ഏറ്റവും മുഖ്യത്തുള്ള ഒരു കാര്യം. So first of all, my best wishes to starting this academic year for the Absolute IAS Academy. Jobin, yeah. Thank you very much. നമ്മളുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം സാർ നിർവഹിച്ചിരിക്കുകയാണ്. ഇനി വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം, സാറിനോട് സംവദിക്കാം, നേരിട്ട് തന്നെ സംവദിക്കാം. സ്റ്റുഡൻസിന് ചോദ്യങ്ങൾ ചോദിക്കാം, സാറിനോട് ചോദിക്കാം. ഞാൻ വലിയ സ്പീച്ച് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നത്, let it be an open forum. സ്പീച്ച് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേൾക്കാനുള്ള അവസരം ഇനിയും ഉണ്ടാവും. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദൻ ഇന്ററാക്ഷൻ മോഡ് സ്ട്രേറ്റ്. ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം. വളരെ ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചോളൂ. ഞാൻ IAS കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ ഒരു IAS കാരനെ കണ്ടിട്ടുമില്ല, ഞാൻ സംസാരിച്ചിട്ടുമില്ല. സോ you can just be free, just feel free and you can ask me anything. Absolutely. Sir, good afternoon. My name is Sajin. പറയൂ സജിൻ. സാറിന് IAS-ന് പ്രിപ്പയർ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? അതുപോലെ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. ഇത് എല്ലാരോടും ചോദിക്കുന്ന ചോദ്യവും എല്ലാവരും ഏകദേശം ഒരേ സ്റ്റൈലിലുള്ള ഉത്തരം പറയുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ എൻ്റെ ഒരു വർഷം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം എങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസിൽ എത്തിയെന്നുള്ള കാര്യം.
ഞാൻ കോളേജ് കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് NIT ട്രിച്ചിയിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ US കുറച്ച് നാളും വർക്ക് ചെയ്യായിരുന്നു ആസ് എ റിസ്ക് അനലിസ്റ്റ്. സോ ഞാൻ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ആ സമയത്തൊന്നും എനിക്ക് സിവിൽ സർവീസ് എന്നൊരു മോഹം ഉണ്ടായിരുന്നില്ല. ലെറ്റ് മീ ബി വെരി ഫ്രാങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു ഓറിയന്റേഷൻ ആയിരുന്നില്ല. നല്ലൊരു കോർപ്പറേറ്റ് ജോലി എന്നൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളോടും ഓവറോൾ ഇന്ത്യയിൽ നടക്കുന്ന പൊളിറ്റിക്സിനോടും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ആക്റ്റീവായിട്ട് ഒരു ഗവൺമെന്റ് സർവീസിൽ വരണം അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ അത് കഴിഞ്ഞ് ഏതൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും ചെയ്യുന്ന പോലെ നല്ലൊരു ജോലി കിട്ടി, വിദേശത്ത് വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ അത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്, അറ്റ്ലീസ്റ്റ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, മേ ബി നമ്മളൊരു ആക്റ്റീവ് നേഷൻ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഡയറക്ട്ലി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ജോലി ആയിരുന്നില്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു തോന്നലിൽ നിന്നാണ് ശരി നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം. അപ്പോഴും ഒരു സിവിൽ സർവീസ് എന്നത് ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ എം ബീങ് വെരി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒന്ന്, എനിക്ക് ടീച്ചിങ് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ടീച്ചിങ് ലൈനിൽ പോവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിവിൽ സർവീസ്. അങ്ങനെ ഒരു വൺ ഓഫ് ദി ഓപ്ഷൻസ് ആയിട്ടാണ് സിവിൽ സർവീസിനെ അന്ന് ഞാൻ കണ്ടിരുന്നത്. അപ്പോഴാണ് 2011 ഈ ഒരു ഞാൻ ഓൾമോസ്റ്റ് 10 years ago ആ വർഷം സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരു മേജർ ചേഞ്ച് ഉണ്ടായി. നിങ്ങളൊക്കെ ഇപ്പോൾ കാണുന്ന CSATന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഞാൻ. സോ ആ വർഷമാണ് CSAT എന്നൊരു ആശയം UPSC കൊണ്ടുവന്നതും. അപ്പൊ എനിക്ക് തോന്നി ശരി ഇതൊരു പുതിയ മോഡലാണ്, നമുക്കൊരു ഫസ്റ്റ് ടൈമേഴ്സിന് ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു റിയലൈസേഷൻ നിന്നാണ് ശരിക്കും ഞാൻ സിവിൽ സർവീസ് ഓപ്ഷനിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ടും അന്വേഷിച്ചു തുടങ്ങിയത്. ശരി, വാട്ട് ഇസ് എ കരിയർ ഓഫ് സിവിൽ സർവീസ് എന്നൊരു തോട്ട് പ്രോസസ്സിൽ വന്നത്. അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും ഇന്ററാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. ജില്ലാ കളക്ടർ എന്നുള്ള പോസ്റ്റ് അറിയാമെന്നല്ലാതെ എന്താണ് ഒരു IAS കാരൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു IAS കരിയറിനുള്ളിൽ വന്നാൽ ഗവൺമെന്റ് ജോലി എങ്ങനെ ഇരിക്കുന്ന പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഐഡിയ, സീനിയർ പൊസിഷനിൽ വലിയ ഐഡിയ ഒന്നുമില്ല. എന്റെ അച്ഛൻ ഒരു റെയിൽവേയിൽ ഗാർഡായിരുന്നു, അമ്മ സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓവറോൾ ഒരു സെക്കൻഡ് ലെവലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ബ്രോഡ് ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു, എക്സാമിനെ പറ്റി അന്വേഷിച്ചു, കരിയർ എങ്ങനെയാണെന്ന് തോന്നുന്നു. ഐ ഫൗണ്ട് ഇറ്റ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഒരു ഞാൻ പറയാൻ ഒരു ചാൻസ്, ഒരു ഓപ്ഷൻ ആയിട്ട് മാത്രമേ ഞാൻ ആദ്യം സിവിൽ സർവീസിനെ കണ്ടിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഓൾമോസ്റ്റ് 8 to 9 months അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. ലക്കിലി ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ വർഷം 2011 ഒരുപാട് മലയാളികൾ ഫസ്റ്റ് ടൈം നമ്മൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റി. ഞാൻ മാത്രമല്ല, എല്ലാവരും നല്ല റാങ്കോട് കൂടി എൻ്റെ ബാച്ച്മേറ്റ്സ് നിറയെ പേര് ആ വർഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. സോ ഇങ്ങനെ ഒരു റിയലൈസേഷനിൽ നിന്നാണ് ഞാൻ സിവിൽ സർവീസിലേക്ക് വന്നത്. ഇൻ കേസ് സിവിൽ സർവീസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാകുന്ന ഒരു സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്തേനെ. പ്രോബബ്ലി ടീച്ചിങ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനി, ആ ഒരു ലൈനിൽ പോയേനെ. ആൻഡ് ഐ ഫീൽ ദാറ്റ് സിവിൽ സർവീസ് മാത്രമല്ല രാജ്യത്തിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവന്യൂസ് നമുക്കുണ്ട്. അത് നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് ഫിറ്റ് ആവുന്നതാണോ സിവിൽ സർവീസ് എന്നാണ് ഫസ്റ്റ് നമ്മൾ കണ്ടറിയേണ്ടത്. അതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് കരിയർ ഓപ്ഷൻ. ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാൻ പറ്റുന്നത്. ഇതിനു വേണ്ടി ഒരു 2-3 മണിക്കൂർ ആൾക്കാർ ക്ലാസ് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ചോദിച്ചത്. വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു. താങ്ക് യു. വളരെ നന്ദി. വളരെ നല്ല ഒരു മറുപടിയായിരുന്നു. ആദ്യത്തെ ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും. അടുത്ത ചോദ്യം ചോദിക്കുന്നത് പാർവതിയാണ്. പാർവതി ചോദിക്കാം, സാറിനോട് ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. പറയൂ സർ. സബ് കളക്ടർ ആയിരിക്കുമ്പോൾ സാറിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് ഒരു നാട് സാറിന്റെ പേര് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സാറിന് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. സന്തോഷം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ കള്ളപ്പൻ പറയുന്ന പോലെ ആവും. ഡെഫിനറ്റ്ലി സന്തോഷം ഉണ്ടായി. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി എംബാരസിംഗ് തിങ്. കാരണം നമ്മളിവിടെ ഒരു ജോലി ചെയ്യുന്നു, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ജനങ്ങൾ അംഗീകരിക്കുന്നത് എപ്പോഴും ഒരു സിവിൽ സർവീസുകാരന് അല്ലെങ്കിൽ ഒരു IAS ഓഫീസറിന് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് ആൻഡ് പ്രിവിലേജ്. പക്ഷെ പേര് കൊടുക്കുന്നതോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല. അത് ഇറ്റ് ഈസ് എൻ എംബാരസിംഗ്. കാരണം നാട്ടിൽ നല്ല ചെയ്യാനാണല്ലോ നമ്മളിവിടെ ജോലി ചെയ്യുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി, ദാറ്റ്സ് ഓൾ. അതിനുവേണ്ടി നമ്മുടെ പേരിടുന്നത് വാസ് നോട്ട് എ വെരി, ഐ വുഡന്റ് സേ, ഇറ്റ് വാസ് എ ബിറ്റ് എംബാരസിംഗ് ടു ബി വെരി ഓണസ്റ്റ്. ബട്ട് യെസ്, സന്തോഷമായെന്ന് ചോദിച്ചാൽ ഉള്ളിൽ സന്തോഷമായി. കാരണം ജനങ്ങൾ വളരെ സ്നേഹത്തോടെ എനിക്ക് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് സബ് കളക്ടറായിട്ട്. ഓൾമോസ്റ്റ് 2-2.5 വർഷം ഞാൻ ഇവിടെ സബ് കളക്ടറായിട്ട് ജോലി ചെയ്തു. അതേ ജില്ലയിൽ ഇപ്പൊ കളക്ടറായിട്ട് ഞാൻ തിരിച്ച് പോസ്റ്റഡ് ആയി. അപ്പോഴും ആ ജനങ്ങളുടെ ഒരു സ്നേഹവും, ഇതൊരു വളരെ ഒരു ടിപ്പിക്കൽ തമിഴ്നാട് ഡിസ്ട്രിക്റ്റ് ആണ് തിരുനെൽവേലി എന്ന് പറയുന്നത്. തീർച്ചയായും സന്തോഷമുണ്ടായി. അതില്ല എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഡെഫിനറ്റ്ലി ഐ ഫെൽറ്റ് ഹാപ്പി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എൻ എംബാരസിംഗ് തിങ് ഓൾസോ.
ഇതിനോട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് ഇപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ എത്നിസിറ്റി അതുപോലെ കൾച്ചർ ഇതൊക്കെ ഡിഫറെന്റ് അല്ലേ? അപ്പൊ കേരളത്തിൽ നിന്ന് വന്ന സാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തത്? ജോലിയായിട്ട് സംബന്ധമായിട്ടാണെങ്കിൽ പോലും എങ്ങനെയാണ് കണക്ട് ചെയ്തത്? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഒരു ഞാൻ പഠിച്ചത് ട്രിച്ചിയിലാണെങ്കിലും ഞാൻ തമിഴൊന്നും എഴുതാനും വായിക്കാനും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ജോയിൻ ചെയ്തതിന് ശേഷമാണ് തമിഴ് എഴുതും. ഇവിടെ ടിപ്പിക്കൽ റൂറൽ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് തിരുനെൽവേലി എന്ന് പറയുന്നത്. തമിഴ് അല്ലാതെ വേറെ ഒന്നും നടക്കില്ല. പാതി വേവിച്ച മലയാളം ഓടില്ല, പക്ക തമിഴിൽ തന്നെ പറയണം. അതുപോലെ ഇംഗ്ലീഷും വർക്കൗട്ട് ആവില്ല റൂറൽ സെറ്റപ്പിൽ. അങ്ങനെ ഒരു 2-3 മാസം ശരിക്കും ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പഠിക്കാൻ. എന്നാൽ ജസ്റ്റ് ഒരു തമിഴ് സിനിമയുടെ ഒരു തമിഴ് വെച്ച് നമുക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ റൺ ചെയ്യാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി പറ്റില്ല. നല്ല രീതിയിൽ തമിഴ് സംസാരിക്കണം. പക്ഷെ അത് പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി, ഈ നാടിൻ്റെ ഇതായിട്ടുള്ള കലാ സാംസ്കാരിക കാര്യങ്ങളും എല്ലാം വളരെയായിട്ട് എനിക്ക് കൗതുകം തോന്നി. എനിക്ക് തോന്നുന്നു ആ കൗതുകത്തിൽ നിന്നാണ് പിന്നീട് നമ്മളതിനെ അറിയുന്നതും കൂടുതൽ നമ്മൾ അതോടെ മിങ്കിൾ ആവുകയും ചെയ്യുന്നതോടെ ഒരു ഫസ്റ്റ് 3 months ലെറ്റ് മീ ടെൽ യു ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് എ സ്ട്രഗിൾ. ലാംഗ്വേജ് ആയാലും ശരി, അതിൻ്റെ ഒരു ഓവറോൾ റൂറൽ ഹിന്റർലാൻഡ്, എസ്പെഷ്യലി ഞാൻ ഒരു പാർട്ട്ലി അർബൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് 3-4 months. അതിനുശേഷം നമ്മളത് എല്ലാ IAS-കാരും ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. ഐ വുഡന്റ് സേ ഇറ്റ്സ് ഈവൻ എ ഡിഫിക്കൽട്ട്, ഇറ്റ്സ് ചാലഞ്ച്. ഈ ചാലഞ്ച് ഓവർകം ചെയ്യാനുള്ള സഫിഷ്യന്റ് ട്രെയിനിങ്ങും എല്ലാം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സബ് കളക്ടറായിട്ട് വരുന്നതിന് മുമ്പ് 1 വർഷം നമ്മൾ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ഒരു ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ സീനിയേഴ്സ് ഉണ്ട്, മുമ്പ് വർക്ക് ചെയ്തിരുന്ന നമ്മുടെ ജില്ലാ കളക്ടർ ഉണ്ടാവും. സോ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എല്ലാം കൊണ്ട് ഇതെല്ലാവരും ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഏത് ജില്ലയിൽ പോയാലും ഈ ഒരു ഇനീഷ്യൽ ഒരു 3-4 months നമുക്കൊരു സ്റ്റാർട്ടിങ് ചാലഞ്ചസ് ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. വി വിൽ ഓൾ ഓഫ് us will overcome it. ഇത് ഏത് ജോലി പോയാലും ഉണ്ട്. സബ് കളക്ടർ അല്ലെങ്കിൽ IAS മാത്രമല്ല, ഏത് ജോലിയിലും ഫസ്റ്റ് 3 മാസം നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് എ വൈൽ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. താങ്ക് യു. അടുത്തൊരു ചോദ്യം സാബിറ മോളാണ് ചോദിക്കുന്നത്. സാബിറ സാറിനോട് ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. യാ സർ, പ്രിപ്പറേഷൻ ടൈമിൽ സാറിന് ഉണ്ടായിട്ടുള്ള പ്രഷറുകളെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? പ്രഷർ ഒന്ന് ആൾക്കാർ ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചു, മോനെ നിനക്ക് ജോലി കളഞ്ഞിട്ടാണോ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതാണോ അതോ നീ ജോലി വിട്ടതാണോ? ഇതൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് 2009-10 റിസഷൻ പീരീഡ് ആയിരുന്നു. ശരി, ഇവൻ അമേരിക്കയിൽ നിന്നൊക്കെ വന്നിരിക്കുന്നു, ഇവൻ എന്താ ജോലി കളഞ്ഞിട്ട് ചുമ്മാ തേരാപ്പാര നടക്കുന്നതാണോ? എല്ലാവർക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫേസ് ആണ്. കാരണം ദർ വിൽ ബി ഒരു പാർഷ്യൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ. സോ ആ ഒരു പ്രഷർ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് യുനോ സൊസൈറ്റി നമ്മളെ ആ സമയത്ത് വ്യൂ ചെയ്യുന്ന ഒരു സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഒന്ന് നമ്മൾ മേലെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഒരുപാട് പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ട്, സിവിൽ സർവീസ് ഒക്കെ നിനക്ക് കിട്ടുമോ, അതിന് മാത്രമൊക്കെ നിനക്ക് ഇതുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം. അത് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യുമ്പോൾ പിന്നെ ചോദിക്കും, പ്രിലിംസ് നമുക്ക് കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നമുക്കൊരു 2-3 വർഷം അറ്റംപ്റ്റ് ചെയ്തിട്ട് മെയിൻസ് ട്രൈ ചെയ്യാം. മെയിൻസ് കിട്ടിക്കഴിയുമ്പോൾ ഡൽഹി വരെ ഒന്ന് പോയിട്ട് വന്നാൽ കുഴപ്പമില്ല, അത് നല്ലൊരു എക്സ്പോഷർ ആണ്. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആരും നമുക്ക് അങ്ങനെ തരില്ല. സോ ഐ തിങ്ക് ഈ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഇതിനെ ഒരു ഭയങ്കര ഒരു എന്തോ സംഭവമായിട്ട് ആൾക്കാർ കരുതുന്നത് ഐ ഫെൽറ്റ് എനിക്ക് കുറച്ചൊരു പ്രഷർ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഐ ഫെൽറ്റ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കംഫർട്ട് ആ ഒരു സമയത്ത്. ശരി, നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അത് ഓവർകം ചെയ്ത് നമ്മൾ എങ്ങനെ ഇത് സാധിക്കും എന്നുള്ളത് ഒരു വലിയൊരു ഇറ്റ് വാസ് എ ബിഗ് ഇഷ്യൂ. അല്ലെങ്കിൽ എൻ്റെ മൈ ഫാമിലി എല്ലാവരും ജനറലി സപ്പോർട്ടീവ് ആയിരുന്നു. ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം എല്ലാവരും ഒരു ബാക്ക് അടിക്കാനൊരു ടെൻഡൻസി ഉണ്ട്. ഇത് നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കും. ഐ തിങ്ക് ആ ഒരു ഇനേർഷ്യ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഫസ്റ്റ് ഹേർഡിൽ ഇസ് ഓവർ. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. എത്ര വലിയ 1ാം റാങ്ക് ആയാലും ശരി, 1000ാം റാങ്ക് ആയാലും ശരി, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സോ മൈ ഓൺലി അഡ്വൈസ് ടു യു ഇസ് യു മേ നോട്ട് ഹാവ് ഓൾ ദി സപ്പോർട്ട് സിസ്റ്റംസ്, ബട്ട് ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. And also one more thing, keep in mind, civil service is not the end of everything. It at the end of the day ഒരു എക്സാം ആണ്. ഇത് എക്സാം ക്ലിയർ ചെയ്യോ ഇല്ലയോ, ഇറ്റ്സ് എ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ് ആർ ഓൾസോ there. നമ്മുടെ ലക്ക്, ആ ദിവസത്തെ ഇത്, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, നമ്മളെ ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ എന്റെ കേസിൽ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ജസ്റ്റ് ക്ലിക്ക്. ആ വർഷത്തെ കോമ്പിനേഷൻ എനിക്ക് ക്ലിക്കായി. ഒരു പക്ഷേ ആ വർഷം ക്ലിക്ക് ആവാതിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ഇങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ കൂടെ പോലും മേ ബി ഐ വുഡ് നോട്ട് ഹാവ് ബീൻ ദേർ.
So it's a sum total of so many things. But at the same time, take this as a learning curve. Take this as a long-time journey for you to, experiment with yourself. I would say that's the key thing. Yeah, I don't want to get too philosophical. നട്ടുച്ചയ്ക്ക് അധികം ഫിലോസഫി പറയുന്നില്ല. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വലിയൊരു താല്പര്യമുള്ള കാര്യമാണ് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യുന്നവരുടെ രഹസ്യം, വിജയ രഹസ്യം അറിയുക. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു, അന്നത്തെ ഒരു പഠന രീതി സ്ട്രാറ്റജി ഒന്ന് കുട്ടികളുമായിട്ട് പങ്കുവെക്കാം. ഡെഫിനറ്റ്ലി. ഐ തിങ്ക് ഇതെല്ലാവരും നമ്മൾ ഫസ്റ്റ് സിവിൽ സർവീസ് എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് തോന്നുന്ന ചോദ്യമാണ്, ഈ സാധനം എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും, എങ്ങനെ നമ്മളിതിനെ, ഇത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? ഇപ്പൊ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് അങ്ങനെയൊന്നും ഇല്ല, ഇത്രയും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അത്ര പോപ്പുലർ അല്ല. ഇപ്പൊ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ആ സമയത്ത് അത്ര റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരേ ഒരു പോയിന്റ് ഇതാണ്, അന്നും ഇന്നും ഇത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷൻ വേണം. ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നോ നമ്മൾ അത്രയും പെട്ടെന്ന് വി ആർ ഓൺ ദ ട്രാക്ക് ഫോർ ദി എക്സാമിനേഷൻ. ഫസ്റ്റ് ടൈം ക്രാക്ക് ചെയ്യുന്നതിൽ ഇറ്റ്സ് ജസ്റ്റ് സ്മാർട്ട് വർക്ക്. You may not be the most intelligent person, you may not be the brightest, you may not be a topper. It's fine. You don't have to be a topper, you don't have to be the brightest, you don't have to be the best. Okay, it's fine. All that matters is you just need to crack the exam the first time, or give your best to clear it the first time. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു ഫോർമുല കുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ദി എക്സാം ആൻഡ് ഡോണ്ട് ഗെറ്റ് മറ്റുള്ളവരെ നോക്കി നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നേരത്തെ സിവിൽ സർവീസ് എന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പോളിറ്റിക്സും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. അതൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നില്ല, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അതുപോലെ ചെറുതായിട്ട് ക്വിസിങ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷെ അതേസമയം ഒരു പക്ഷേ കോളേജ് ലെവൽ ഫസ്റ്റ് ഇയർ മുതലേ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല, ജനറൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ്. സോ ഈ രണ്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമ്മുടെ സൈഡിലേക്ക് നമ്മൾ എക്സാം ടൈമിൽ കൊണ്ടുവരണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അണ്ടർസ്റ്റാൻഡ് ദി എക്സാമിനേഷൻ. ദാറ്റ്സ് ദി കീ. ഓരോ വർഷവും പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യണം. ഈ എക്സാം ഇസ് നോട്ട് എ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്, ഓർ ഇറ്റ്സ് നോട്ട് എ ടെസ്റ്റ് ഓഫ് വാട്ട് യു നോ ഓർ ഹൗ മച്ച് യു നോ. ഡെഫിനറ്റ്ലി നോട്ട്. ഇറ്റ്സ് എൻ എക്സാം ഓഫ്, ഇറ്റ്സ് എ ലോങ് ടേം എക്സാമിനേഷൻ. ഒരു വർഷം എടുക്കും ഈ പ്രോസസ്സ് മുഴുവൻ. സോ യു ഷുഡ് ബി റെഡി ഫോർ ദറ്റ് 1 year റേസ്. ഒരു കാറ്റോ അല്ലെങ്കിൽ ഒരു IIT JEE പോലെ ഓടിപ്പോയി നമ്മൾ എഴുതി ഒരേ ദിവസം എക്സാമിനേഷൻ റിസൾട്ട് വരുന്നു, ഈ പാസ് ഓർ ഫെയിൽ. ഇറ്റ്സ് നോട്ട് എ പ്രോസസ്, ഇറ്റ്സ് എ ലോങ് ടേം 1 year പ്രോസസ്. ഈ 1 year പ്രോസസ്സിന് നമ്മൾ റെഡി ആയിരിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു സീക്രട്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കാണുന്ന ഒരു വിസിബിൾ ചേഞ്ച്, വിച്ച് ഇസ് എ ഗുഡ് ചേഞ്ച്, എ പോസിറ്റീവ് ചേഞ്ച്, ഇസ് ദാറ്റ് ലോട്ട് ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ക്രെഡിബിൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഒരുപാട് നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു പ്രിപ്പയർ ഓൺ യുവർ ഓൺ. പഴയതുപോലെ നിങ്ങൾ ഒരു ഫിസിക്കൽ കോച്ചിങ് സെന്ററിൽ പോയി ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ടിപ്പിക്കലായിട്ട് വേണം നിർബന്ധമില്ല. യു ക്യാൻ ഡു എ സെൽഫ് ബേസ്ഡ് ലേണിംഗ്. അതേപോലെ ഇവിടെ കുറെ പേര് കോളേജ് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അവർക്കും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഐ ഫീൽ ദർ ഇസ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ. സോ ഐ തിങ്ക് ലെവറേജ് ഓൾ ദിസ് ടെക്നോളജി പ്ലാറ്റ്ഫോംസ്, understand the examination. There are enough materials today available online. Start your own course of preparation and use opportunities like this. Ask questions, reach out to people. ഒരുപാട് പേര് definitely will be able to help you. So എനിക്ക് തന്നെ ചിലർ മെയിൽ അയക്കുകയാണെങ്കിൽ I just respond back from whatever best that I can. എന്നെ പോലെ ഒരുപാട് officers will be out there to help you all to crack the examination in the first attempt itself. Thank you very much. That's very useful for the students. സുവർണയുടെ ചോദ്യം ചോദിക്കാം. ഓക്കെ സർ, ഇപ്പോൾ ഉള്ള തിരുനെൽവേലിയിലെ ഓക്സിജൻ ക്രൈസിസ് ഞാൻ അത് ഫ്രണ്ടിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സാർ അതുമായിട്ട് പോകുന്നതെന്ന്. അപ്പൊ എനിക്കറിയാനുള്ളത്, ആ ഓക്സിജൻ ക്രൈസിസ് ഇപ്പൊ എങ്ങനെയാണ് സാർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എന്താണ് അവിടുത്തെ ഒരു രീതി, എങ്ങനെയാണ് സ്ട്രാറ്റജി? ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് കോണ്ടെക്സ്റ്റലൈസ് ചെയ്യാം. ഐ മീൻ, ഓക്സിജൻ ഇസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ദ ഹോൾ സ്റ്റോറി. എപ്പോഴും ഒരു ജനറലിസ്റ്റ് വേഴ്സസ് സ്പെഷ്യലിസ്റ്റ്, ഇത് എപ്പോഴും നമ്മുടെ ഒരു ഡിബേറ്റ് ആണ്. ഒരു ക്രൈസിസ് സോൾവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾക്ക് സ്പെഷ്യലിസ്റ്റ് വേണോ ജനറലിസ്റ്റ് വേണോ? ഞാനും ഇത്രയും നാളും എനിക്കും ഇടയ്ക്ക് തോന്നുമായിരുന്നു, ശരി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡൊമൈൻ, ഫോർ എക്സാമ്പിൾ ഇതൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ് കോവിഡ് എന്ന് പറയുന്നത്. ഈ ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂവിൽ നമുക്ക് ഒരു IAS എന്നുള്ള ജനറലിസ്റ്റിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? മേ ബി ഒരു പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽ വന്നാൽ ഇതിന് നമ്മളോട് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഓക്സിജൻ ക്രൈസിസ് വന്നപ്പോൾ എനിക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് ദാറ്റ് മേ ബി ജസ്റ്റ് plain common sense is all that matters in many situations. The oxygen crisis 2-3 ആഴ്ച മുമ്പ്
കോവിഡ് കേസ് പീക്ക് ആയിരുന്നപ്പോൾ. ചെന്നൈ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസസ് വന്ന ജില്ലയാണ് തിരുനെൽവേലി. ഓൾമോസ്റ്റ് നമ്മുടെ പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് 24%, 25% വരെ പോയി. ചെന്നൈ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ചെന്നൈ ഇസ് എ മെഗാ സിറ്റി, ഇറ്റ്സ് എ ക്ലസ്റ്റേർഡ് പോപ്പുലേഷൻ, വേറെ തിരുനെൽവേലി ഇസ് എ ഡിസ്പേഴ്സ് പോപ്പുലേഷൻ വിച്ച് ഇസ് മോർ ഡേഞ്ചറസ്. കാരണം റൂറൽ ഏരിയസിലേക്ക് സ്പ്രെഡ് ചെയ്താൽ അത് കണ്ടെയ്ൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല. അതേസമയം നമുക്ക് സിവിയർ കേസസ്, അതായത് സിംറ്റം ഇല്ല, അസിംറ്റമാറ്റിക് ആയിട്ട് ലാസ്റ്റ് 2-3 ദിവസത്തിൽ ഭയങ്കര സിവിയർ ഓക്സിജൻ ഷോർട്ടേജുമായിട്ട് മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ, we found that number of cases went up really high. അതായത് ഒരു 900 ബെഡ്സ് ഉണ്ട് നമുക്ക്, ഓക്സിജൻ ബെഡ്സ് മെഡിക്കൽ കോളേജിൽ. ഓൾമോസ്റ്റ് 900 ബെഡ്സ് ആർ ഫുൾ. ഓക്സിജൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു 5 to 6 kiloliters പെർ ഡേ ആണ് റിക്വയർമെന്റ്. നമുക്ക് വരുന്നതാണെങ്കിൽ 4.8 അല്ലെങ്കിൽ 4.5, അതിനും ഫ്രീക്വൻസി ഇല്ല. ഡെയിലി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പല ദിവസങ്ങളിലും വെളുപ്പിനെ നൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ കേസസ് വരുന്നത്. 12 മണിക്ക് ശേഷം, രാത്രി 12 മണിക്ക് ശേഷമാണ് മാക്സിമം കേസ് അഡ്മിഷൻ വരുന്നത് മെഡിക്കൽ കോളേജിൽ. അങ്ങനെ നോക്കുമ്പോൾ രാവിലെ 6 മണിക്ക് ഓക്സിജൻ തീരുന്ന ഒരു സിറ്റുവേഷൻ പല ദിവസങ്ങളിലും നമുക്ക് രാത്രി 2 മണി 3 മണിക്കൊക്കെ, വെളുപ്പിനെ 2 മണി 3 മണിക്കൊക്കെ ഞാനും മെഡിക്കൽ കോളേജ് ഡീനും ഡോക്ടേഴ്സും എല്ലാം ഇരുന്ന് ആലോചിക്കും. 3 മണിക്കൂർ നിലനിൽക്കാനുള്ള ഓക്സിജനെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ. അതും സിലിണ്ടർ വെച്ച് വണ്ടി ഓടില്ല. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് 900 ബെഡ് എന്ന് പറയുമ്പോൾ സഫിഷ്യന്റ് പ്രഷർ വേണം. സോ വി നീഡ് ലിക്വിഡ് ഓക്സിജൻ. ലിക്വിഡ് ഓക്സിജൻ എന്ന് പറയുന്നത് കിട്ടാൻ 1-2 പ്രൊഡക്ഷൻ യൂണിറ്റ്സേ ഉള്ളൂ സൗത്ത് തമിഴ്നാട്ടിൽ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ 2-3 രാത്രികൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ശരി, ഇങ്ങനെ ഓക്സിജന് കാത്തു കെട്ടിയിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. ലെറ്റ് us slightly look at it in a different way. Let us look at demand management. കാരണം സപ്ലൈ കുറവാണ്, ഡെഫിനറ്റ്ലി നമുക്ക് വരുന്ന സപ്ലൈ കുറവാണ്. അത് അടുത്ത ഒരാഴ്ചത്തേക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന സിറ്റുവേഷനും ഇല്ല. ഡിമാൻഡ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും ഒരു നമ്മളെ ഇന്റേണൽ സ്ട്രാറ്റജി ഒന്ന് വർക്ക്ഔട്ട് ചെയ്തു. ഒരു 2-3 കോൺസെപ്റ്റ്സ് നമ്മൾ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തു. ഒന്ന്, ഓക്സിജൻ നഴ്സസ്. ഓക്സിജൻ ഒരേ ദിവസം നമ്മൾ ഒരു 30 നഴ്സസിനെ അപ്പോയിന്റ് ചെയ്ത് അവരുടെ ജോലി ഒന്നുമില്ല, രാത്രി ഫുള്ള് നടന്ന് ഓക്സിജൻ നോക്കുക. ആർക്കെല്ലാം പേഷ്യന്റ് സാച്ചുറേഷൻ ലെവൽ 90 to 95 അല്ലെങ്കിൽ ബെറ്റർ സാച്ചുറേഷൻ ഉണ്ടോ അവർക്ക് ഓക്സിജൻ ലെവൽസ് ഒന്നുകിൽ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ 1 to 2 liters per minute വളരെ കുറച്ച് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. സോ ഒരു റേഷൻ സിസ്റ്റം പോലെ. രണ്ടാമതായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഓരോ പോയിന്റിൽ നിന്നും 2 ട്യൂബ് സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്പ്ലിറ്ററിൽ നിന്ന് 2 പേർക്ക് ഓക്സിജൻ കൊടുത്തു, മൈൽഡ് പേഷ്യൻസിന് വേണ്ടി. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് എടുക്കുന്ന by 2 ഡബിൾ പേഷ്യന്റിന് നമുക്കത് കേറ്റർ ചെയ്യാൻ പറ്റി. ഇത് ഇനിയൊരു നമ്മൾ ചെയ്തത്. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹൈ ഫ്ലോ നേഷണൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ICU ചേമ്പറും അതേപോലെ അതിനടുത്തുള്ള വാർഡുകൾക്കുള്ള ബെഡ് നമ്മൾ മിക്സ് ചെയ്തു. അതായത് ഒരു പേഷ്യന്റിന്റെ സാച്ചുറേഷൻ ബെറ്റർ ആയ, സാച്ചുറേഷൻ എന്ന് പറയുന്ന ഓക്സിജൻ ലെവൽ ഒന്ന് ബെറ്റർ ആയ ഉടനെ അവരെ അടുത്തുള്ള ബെഡിലേക്ക്, നോൺ ഓക്സിജൻ ബെഡിലേക്ക് മാറ്റിയിട്ട് വേറെ ആർക്ക് ഓക്സിജൻ വേണമോ അവരെ ഓക്സിജൻ പോയിന്റിലേക്ക് മാറ്റി. ഇതിങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടേയിരുന്നു, കാരണം വേറെ വഴിയില്ല. ഇതും വളരെ എഫക്റ്റീവായി. കാരണം പലർക്കും ഓക്സിജൻ അഡിക്ഷൻ ഒരു സിൻഡ്രോമാണ്. ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് ഡ്രഗ്, അത് എടുത്ത് മാറ്റാൻ വില്ലിങ് ആയിരിക്കില്ല. അതിനുവേണ്ടി അവരെ ഒന്ന് സൈക്കോ സോഷ്യൽ സപ്പോർട്ടും കൊടുത്തു. സോ ഓവറോൾ വി ലുക്ക് അറ്റ് ഡിമാൻഡ് മാനേജ്മെന്റ്. ദിസ് ഇസ് വാട്ട് വി ഡിഡ് ഇൻ തിരുനെൽവേലി. ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമുക്ക് ഓക്സിജൻ സിറ്റുവേഷൻ ഇസ് മച്ച് ബെറ്റർ. We are getting a sufficient supply of liquid oxygen, and cases now we are dipping very fast. Positivity rate is almost around 12.5 to 13%. So hopefully we should be out of this COVID. Lockdown is still in force. Strict lockdown is in force. So probably another 2-3 weeks. Hopefully we should be getting prepared for the next wave maybe. I don't know. Yeah. Thank you for your experience sharing. അടുത്ത ഒരു ചോദ്യം ആരാണ് ചോദിക്കുക? സാറിനോട് വളരെ പെട്ടെന്ന്, സാറിന് തിരക്കുണ്ട്, വളരെ പെട്ടെന്ന്. ഹലോ സാർ. ഹലോ, പറയൂ. സാർ, നമ്മള് സർവീസിലായിരിക്കെ നമ്മളൊരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ റൈറ്റ്സ്, നമ്മുടെ പൊളിറ്റിക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ, ഇൻസൈറ്റിൽ നമ്മളത് അഗെയിൻസ്റ്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതമാവുമല്ലോ. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക? നമ്മളത് അവിടുന്ന് ആ ജോബ്, അതിലെ ഒരു ജോബ് ഗ്രോത്തിനൊക്കെ അത് ബാധിക്കും. പേഴ്സണലി ഈ IAS ഓഫീസേഴ്സിന്റെ റിട്ടയർമെന്റും ഇതും തമ്മിൽ നമുക്ക് ബന്ധമുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടു കോംപ്രമൈസ് ഓൺ എനിത്തിങ്. ലെറ്റ്സ് ബി വെരി ക്ലിയർ. നമ്മളിവിടെ 30 വർഷം 36 വർഷം ഇവിടെ ഇരിക്കാനൊന്നും ആർക്കും ഒരു ഗ്യാരണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. സെക്കൻഡ്ലി, ദിസ് കോൺസെപ്റ്റ് ഓഫ് പവർഫുൾ പോസ്റ്റ്, നോൺ പവർഫുൾ പോസ്റ്റ്, ഐ തിങ്ക് ഇതെല്ലാം ഒരു റോങ് നോഷൻസ് ആണ്. വാട്ട് എവർ അറ്റ് മാക്സ്
നമ്മുടെ ഒരു moral rights അല്ലെങ്കിൽ നമ്മുടെ ഒരു individual. See, first of all, there's nothing called we go by the constitution. We strictly go by the constitution. We go by the legal system. അതിനെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ moral rightsന് എതിരായിട്ട് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ just don't do it. That's it. It's as simple as that. We don't need to do it. അതും long term retirement ആയിട്ടൊന്നും എനിക്ക് I don't think there's any causality, because at the end of, let's say, a 25-year-old 30-year career chart എടുക്കുന്ന നോക്കുകയാണെങ്കിൽ nobody will be in so-called the peaks of power, right? Or so-called peaks of power position. It will be a curve. Sometimes you'll be in so-called important posts. For me, any post is important. There is enough to be done in the government. ഏത് പോസ്റ്റ് ഇട്ടാലും ഇപ്പോൾ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. എനിക്ക് അവിടെ 2 വർഷം ജോലി ചെയ്താൽ കൊള്ളുന്ന എൻ്റെ വളരെയധികം ആഗ്രഹമുള്ളത് പോസ്റ്റിംഗ് ആണ്. സപ്പോസറ്റ്ലി വൺ ഓഫ് ദി ലോ പ്രൊഫൈൽ പോസ്റ്റിംഗ്. അതേപോലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഇതെല്ലാം I think is an opportunity to learn something new. So I don't think there's any conflict. Let's be very clear. Nobody pressurizes you. നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അങ്ങനെയൊന്നും ആരും. I think it's a wrong concept altogether. If you're not comfortable, don't do it. At the max, maybe you might get transferred. That's it. The matter ends there. And nobody is indispensable. If you are not, if there is a pressure situation or a situation, people will just shift you out. That's it. That's fine. താങ്ക് യു. ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട് സാർ, വളരെ തിരക്കുള്ള ആളാണ്. നിങ്ങൾക്ക് ഒരു ചോദ്യം ചേർത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹലോ. ലൈൻ ക്ലിയർ അല്ലല്ലോ രമ്യ. കേൾക്കുന്നില്ല, ഇത് ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. മറ്റൊരാൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഹലോ, ലൈൻ ക്ലിയർ അല്ല. വേറെ ആരെങ്കിലും ഒരു ചോദ്യം കൂടെ ചോദിക്കാം സാറിനോട്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഹലോ, കേൾക്കാവോ? പറയൂ. ഹലോ സാർ. പറഞ്ഞോളൂ സാറിനോട് ചോദിക്കാം. ഹലോ, ലൈൻ പ്രോബ്ലം ഉണ്ടെന്ന്. സാറിന്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു സാർ? എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പ്രിപ്പറേഷൻ പാറ്റേണും നിങ്ങളുടെയും തമ്മിൽ ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് 2 ഓപ്ഷണൽസ് ഉണ്ടായിരുന്നു, ജോഗ്രഫി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ അതില്ല. അതുപോലെ തന്നെ മെയിൻസിന്റെ പേപ്പേഴ്സിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഐ തിങ്ക് എല്ലാം ഈക്വലി ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് വാസ് പ്രിറ്റി ഡിഫിക്കൽട്ട് എല്ലാം പ്രിപ്പറേഷൻ്റെ ഇതനുസരിച്ച്. ബട്ട് ഐ തിങ്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് ലിറ്റിൽ ബിറ്റ് ചാലഞ്ചിങ്. കാരണം ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വന്നിട്ട് ആർട്സ് ഓറിയന്റഡ് സബ്ജക്ട് എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു ഫെമിലിയാരിറ്റി കുറവ്. ബട്ട് അതർവൈസ് ഐ തിങ്ക് it's challenging. It's not about toughness and everything. It's about how much you are prepared. That's all. But I think public administration was a little bit challenging. Okay, thank you, sir. I can take two more. I can take 2 more questions. Oh, okay. Thank you. Hello, sir. It's after a long time I'm interacting. So. Yeah. Hello, sir. Hello, sir. Yeah, Pari. Hello. Sir, good afternoon. Sir, ഓരോ ജീവിതവും ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്. പക്ഷെ അത് പലപ്പോഴും ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോ റെഡ് ടാപ്സിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? See, I'll just put it in this context. India is one country where bureaucracy precedes the political system. നമ്മുടെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് 200 വർഷം 250 വർഷം പഴക്കമുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കളക്ടറേറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഐ എം ലുക്കിംഗ് അറ്റ് നെയിംസ് ലൈക്ക് ബ്രിക്സ്റ്റോക്ക്. ബ്രിട്ടീഷുകാരിരുന്ന 1893 മുതൽ ഇവിടെ ജില്ലാ കളക്ടർ ഉണ്ട്. ആൻഡ് ഹിയർ ഐ എം ഇൻ 2021 as district collector in Tirunelveli. I would say that see this whole concept about red tapeism needs to be understood. Generally നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ശരി ഒരു ആറ്റിറ്റ്യൂഡിനൽ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ ഒരു റെഡ് ടേപ്പിസം ഇസ് ഒരു ഓവറോൾ ഗവൺമെന്റ് സെറ്റപ്പ് ഇസ് വെരി സ്ലോ. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്കെയിൽ. ഓക്കെ, നമ്മളിപ്പോഴും റൺ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ ഇസ് ഓൺ വാട്ട് ഇസ് കോൾഡ് ടോട്ടൻഹാം സിസ്റ്റം. ടോട്ടൻഹാം സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫയൽ സിസ്റ്റമാണ് നമ്മളിപ്പോഴും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അതേ സിസ്റ്റമാണ് ഇപ്പോഴും എല്ലാ ലെവൽസിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയാലും ശരി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആയാലും ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെതായിട്ടുള്ള പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്. ഇറ്റ് കനോട്ട് ബി the decision making in the government is very, very, very complex.
This can be changed. This should be changed. I'm not saying that things are fine, but slowly I think we are moving towards more transparent, more digital kind of a governance. So maybe in another 2-3 years, we will see a definite change in the way the government will function. ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ ജനറൽ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ എടുത്താലും there is a visible change. This is a slow process. This has to change. First structure change ചെയ്യണം, അതിനുശേഷം ഗവൺമെന്റ് ഉള്ള പ്രോസസ്സ് ചേഞ്ച് ചെയ്യണം, അതിനുശേഷം നമ്മൾ behavioral aspect of how the attitude and everything comes. So I think slowly it's happening, but yes, things are slow. There is definitely a scope for doing much more in the government setup. Okay sir, thank you sir. Thank you. Thank you very much. സാറിനോട് ഒരു ചോദ്യം ചോദിക്കാം. ആരാ ചോദിക്കുക? Hello, good afternoon sir. കേൾക്കുന്നുണ്ട് sir? Good afternoon. രമ്യാണ് sir എന്റെ പേര്. പറയൂ. സർ RUCO പോലുള്ള ഒരുപാട് സ്കീംസ് ഒക്കെ കൊണ്ടുവന്നു. ഇനി ഇതുപോലെ ഹലോ കേൾക്കുന്നുണ്ട് സർ? എനിക്ക് കേൾക്കുന്നില്ല. രമ്യ പറയുന്നത് ക്ലിയർ അല്ല രമ്യ, ഒന്നുകൂടി നിർത്തി പറയാമോ? സർ RUCO റെസ്പോൺസ് റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ പോലുള്ള ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും വലിയ പ്രോഗ്രാംസ് സർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അത് എന്തിനും ബേസ് ചെയ്തിട്ടായിരിക്കും? Okay, you're talking about RUCO, reuse purpose cooking oil. Okay. Yeah, so okay, good that you've heard of it. It's one of the very important programs launched by the government. നോക്കിയിട്ടുണ്ടായിരുന്നു റൂക്കോനെ കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു സാറ് ഇനാഗ്രേറ്റ് ചെയ്തതും അത് പറഞ്ഞതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. Correct. So I can simply say that you are what you eat. So whatever you eat makes a person that you are in many ways. So അതുകൊണ്ട് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരുന്നു. ഇറ്റ്സ് കോൾഡ് ഈറ്റ് റൈറ്റ് തിരുനെൽവേലി, ERT. ഈറ്റ് റൈറ്റ് തിരുനെൽവേലിയുടെ ഭാഗമായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ യൂസ് ചെയ്യുന്ന ഓയിൽ, ദിസ് ഇസ് എ മേജർ കോസ് ഓഫ് ലോട്ട് ഓഫ് ഹെൽത്ത് ഡിസോർഡേഴ്സ്, എസ്പെഷ്യലി ഗ്യാസ്ട്രോ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾ കാർസിനോജനിക് ആയിട്ടുള്ള ക്യാൻസർ ക്രിയേറ്റിംഗ് പ്രോബ്ലംസ്. ഇതിനെതിരെ നമ്മളൊരു റൂക്കോ എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്കീമാണിത്. നമ്മൾ യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ഗവൺമെന്റ് തന്നെ തിരിച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. അതിനെ ബയോ പ്രോസസിങ് ചെയ്ത് ബയോമെത്തനോൾ ആയിട്ട് മാറ്റുന്നു. ഇത് വളരെ ഒരു പവർഫുൾ സ്കീമാണ്. ഇതിനുവേണ്ടി ലോഞ്ച് ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഡ്യൂ ടു കോവിഡ് നമ്മൾ അതിനെ ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം. ആൻഡ് ആസ് കളക്ടർ ഞാൻ ഇതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യും. ഇവിടെയുള്ള ഹോട്ടൽ അസോസിയേഷൻസിൻ്റെ അടുത്ത് സംസാരിച്ച് എസ്പെഷ്യലി റോഡ് സൈഡ് കടകളിൽ അവർ യൂസ് ചെയ്യുന്ന ഓയിൽ, വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യുന്ന ഓയിൽ, ഇതവർ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒന്നുകിൽ അടുത്തുള്ള ഓടയിൽ ഒഴിക്കും, അല്ലെങ്കിൽ ഇത് തന്നെ വേറൊരു തേർഡ് പാർട്ടി വെണ്ടറിന് വിൽക്കും. അവർ വീണ്ടും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദിസ് ഇസ് വെരി വെരി ഡാമേജിങ് ഫോർ ദ ഹെൽത്ത്. അത് തിരിച്ച് ഗവൺമെന്റ് തന്നെ അതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിച്ച് അതിനെ ബയോഡീസലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഐ എം ഹാപ്പി ദാറ്റ് യു ഹേർഡ് അബൌട്ട് ദിസ്. This is a scheme launched by Government of India under the FSSA, Food Safety Standards Authority of India. So overall there is a campaign called Eat Right India. അതിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലും അതിന്റെ Eat Right തിരുനെൽവേലി, എനിക്ക് തോന്നുന്നു കേരളത്തിലും ഉണ്ടായിരിക്കും. Definitely I am sure these kind of programs are also there. So it's a very important program for the government. Thank you. Thank you. Hello sir. പറയൂ. സാർ സിവിൽ സർവീസ് രംഗത്ത് സാറിന് റോൾ മോഡലായ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അതുകൊണ്ട് ആദ്യമേ ഞാൻ അതിന്റെ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തത്. ഞാൻ സിവിൽ സർവീസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യത്തും ഇതുവരെ സംസാരിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. സോ അതുകൊണ്ട് സിവിൽ സർവീസിൽ പെർസെ എനിക്ക് റോൾ മോഡൽ ഒന്നുമില്ല. ഐ തിങ്ക് ഒരുപാട് നല്ല ഓഫീസേഴ്സ് ഉണ്ട്. അതിനകത്ത് സിംഗിൾ ഔട്ട് ചെയ്ത് ഒരു ഓഫീസർ, ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. ഉത്തരം സ്ട്രേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു റോൾ മോഡൽ ഒരേ ഓഫീസറായിട്ട് എനിക്ക് ഇല്ല. I like a lot of them. Each of them have their own strength and weakness. So I think try to get the best out from them. വളരെ സന്തോഷം. വളരെ നല്ല ഒരു സംവാദമാണ് ഈ ഒരു അരമണിക്കൂറിൽ നടന്നത്. കുട്ടികളുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഒരു വലിയ മോട്ടിവേഷൻ ആണ്
ശ്രീ വിഷ്ണു വേണുഗോപാൽ IAS-ഉമായിട്ടുള്ള ഈ ഒരു സംവാദം തീർച്ചയായിട്ടും നാളുകളിൽ അവരും ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംവാദമാണ് ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും ഇന്നീ പരിപാടിയിൽ പങ്കെടുത്ത 170-ൽ പരം വിദ്യാർത്ഥികൾക്ക്, 175ഓളം വിദ്യാർത്ഥികൾക്ക് അവർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ പ്രയോജനപ്രദമായിരുന്നു. ഈ സംവാദത്തിലേക്ക് കടന്നു വന്നതിനും നമ്മളുടെ അക്കാഡമിക് ഇയർ ഉദ്ഘാടനം ചെയ്തതിനും ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി പറയുന്നു. വിഷ്ണു സാറിനോടുള്ള നമ്മുടെ ആ നന്ദിയും കടപ്പാറും, നിങ്ങളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരു നല്ല കൈയടിയോടുകൂടി സാറിനോടുള്ള നമ്മുടെ ആ ഒരു നന്ദിയും കടപ്പാടും നമുക്ക് സാറിന് അറിയാം. Thank you, Jobin. Thank you so much. Thank you. Thank you, sir. Thank you. All the best. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. സാറിനോടുള്ള താങ്ക്സ് പറയാം. ഒത്തിരി നന്ദിയുണ്ട് സർ. Thank you and all the best. Good luck to all of you. Stay safe and hope your family is also safe. Good luck. Okay. And anything ആരെങ്കിലും തിരുനെൽവേലി വഴി വരികയാണെങ്കിൽ feel free to drop in. That's the best I can say. Sure, sir. Okay, sir. Thank you so much. Thank you. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. Thank you, Jobin. Thanks a lot. വെൽക്കം. വളരെ സന്തോഷം ഇത്രയും ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് വന്നതിന്. കുട്ടികൾക്കൊക്കെ നല്ലൊരു മോട്ടിവേഷനായി. തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താനുള്ള ഒരു പ്രതീക്ഷയും കൂടിയാണ് ഇന്നത്തെ ഒരുപാട് നാൾ കഴിഞ്ഞ് ഞാനും ഒരു നോൺ കോവിഡ് മീറ്റിംഗിൽ ഇപ്പോഴാണ് വരുന്നത്. ഒരു മണി വരെയൊക്കെ ഇരിക്കുന്നതാണ് കണ്ടത് അല്ലെ? ഒരു മണി വരെയൊക്കെ ഇതിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പ്രിന്റില്. അത് ശരി. Anyways, but this is a welcome break for me also. Thanks a lot. Thank you, sir. Thank you. Thank you. Thank you, sir. നിങ്ങൾക്കെല്ലാം വളരെയധികം സാറുമായിട്ടുള്ള മീറ്റിംഗ് വളരെയധികം പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. കാരണം ഇന്ത്യൻ സിവിൽ സർവീസിൽ തന്നെ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന്റെ പ്രൊജക്ടുകളെല്ലാം തന്നെ ഇന്ത്യയൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഓഫീസറെയാണ്, ജില്ലാ കളക്ടറെയാണ് നമുക്കിന്ന് നമ്മുടെ സംവാദത്തിന് ലഭിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപക്ഷെ 1, 2, 3 വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിൽ മറ്റൊരു പരിപാടിയിൽ നിങ്ങൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞു, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ സർവീസിൽ എത്തിയ ഒരു വ്യക്തിത്വമാണ്. എനിക്ക് ഈ സംവാദത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1-2 പോയിന്റ്സ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യും. സാറുമായിട്ടുള്ള സംവാദത്തിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സിവിൽ സർവീസ് കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാൻ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1-2 പോയിന്റ്സ് ഇവിടെ വേണമെങ്കിൽ ഒന്ന് ചർച്ച പറയാം. ഹലോ സർ. ഗണേഷ്. സർ എനിക്കൊരു ലേണിംഗ് should not be for the sake of examination എന്നൊരു പോയിന്റ് വന്നായിരുന്നല്ലോ. കാരണം ഒരു സ്ട്രെങ്ത് ആയിട്ട് വന്നത്, അതായത് ജിനേഷ് പറയുന്നത് ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ല സർ? അതായത് അദ്ദേഹം പറഞ്ഞത് പിന്നെ ലേണിംഗ് ഇത് ഈ എക്സാമിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇന്റർനാഷണൽ കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നൊരു പോയിന്റ് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഈ എക്സാം ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എക്സാമിനപ്പുറത്തേക്ക് നമുക്കിത് പഠിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് കൂടി സഹായിക്കുന്ന ഒരു സിലബസ് ആണ് UPSC എന്നുള്ളത്. അതിന്റെ റിസൾട്ട് നോക്കാതെ നമുക്ക് ഇതിന് പോകാനുള്ള ഒരു ധൈര്യം ഒന്നുകൂടി. തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ? ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും 1-2 പോയിന്റ്സ് കൂടെ പറയാം, എന്നിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. അപ്പൊ പ്രയോജനപ്രദമായിരുന്നോ സാറുമായിട്ടുള്ള മീറ്റിംഗ്? മോട്ടിവേറ്റിംഗ് ആയിരുന്നോ? ഇത്തരത്തിലുള്ള ധാരാളം ഓഫീസേഴ്സ് വരുന്ന ദിവസങ്ങളിൽ വരും. നാളെ രാവിലെ നമ്മുടെ സെഷൻ ഉണ്ട്. 2 വട്ടം IPS കിട്ടിയ മാഡം എത്തുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. ഒരുപാട് വ്യക്തിത്വങ്ങൾ, പ്രചോദനം പകരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ ആഴ്ച നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ എത്തുന്നുണ്ട്. നമ്മുടെ ഓപ്ഷണൽ ക്ലാസ് വൈകുന്നേരം 7:30-ക്കാണ്. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓപ്ഷണൽ ക്ലാസ്സിലേക്കുള്ള ലിങ്കിൽ കൃത്യമായിട്ടും ജോയിൻ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.